നമസ്കാരം. പോപ്സ് ഡൗൺ ദി ഏജസ്, മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഫെലിക്സ് ഒന്നാമൻ ക്രിസ്തുവിന്റെ ആദ്യകാല സഭയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്. പീഡനങ്ങളുടെ നിഴലിൽ നിന്ന് ഉയർന്നു വരുന്ന സഭയെ അദ്ദേഹം ഉറച്ച ശക്തിയോടെ നയിച്ചു. സിദ്ധാന്തപരമായ ആശയക്കുഴപ്പങ്ങളും ഭരണപരമായ വെല്ലുവിളികളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ശുദ്ധിയും സഭയുടെ ഐക്യവും സംരക്ഷിക്കുവാൻ ഫെലിക്സ് പാപ്പ എടുത്ത തീരുമാനങ്ങൾ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമാണ് നേടുന്നത്. കോൺസ്റ്റാന്റിയസിന്റെ മകനായ റോമൻ പൗരനായ വിശുദ്ധ ഫെലിക്സ് ഒന്നാമൻ 269 സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് മാക്സിമസിന് എഴുതിയ ഒരു കത്ത് അദ്ദേഹത്തിൻ്റെതാണെന്നൊരിക്കൽ കരുതിയിരുന്നെങ്കിലും പിന്നീട് പണ്ഡിതന്മാർ അത് വ്യാജമാണെന്ന് കണ്ടെത്തി. വിശുദ്ധ ഫെലിക്സ് ഒന്നാമൻ്റെ ഭരണകാല കഴിവുറ്റ ഭരണാധികാരിയും സമർത്ഥനായ സൈനികനുമായ ഔറേലിയൻ ചക്രവർത്തിയായി. ഔറേലിയന് ഫെലിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സംഭവവുമുണ്ട്. അന്നത്തെ സഭയെ അലട്ടിയ പ്രധാന പ്രശ്നം സമോസാറ്റിലെ പൗലോസിൻ്റെ ഭാഷണ്ഡതയായിരുന്നു. യേശു ദൈവപുത്രനല്ല, സാധാരണ മനുഷ്യനാണ്, ദൈവിക ശക്തി പിന്നീട് അവനിൽ വന്നു ചേർന്നതാണ് എന്നതായിരുന്നു സമോസാറ്റയിലെ പൗലോസിൻ്റെ ഉപദേശം. ഇത് സഭയുടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അടിസ്ഥാന വിശ്വാസത്തെ തകർക്കുന്ന കാര്യമായിരുന്നു. അന്ത്യോക്യയിൽ ചേർന്ന കൗൺസിൽ സമോസാറ്റയിലെ പൗലോസിനെ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെങ്കിലും അദ്ദേഹം പള്ളി സ്വത്തും അധികാരവും വിട്ടുകൊടുക്കുവാൻ സമ്മതിച്ചു. ഈ പ്രശ്നം പരിഹരിക്കുവാൻ അന്ത്യോക്യയിലൂടെ കടന്നുപോയ ഔറേലിയൻ ചക്രവർത്തിയോട് പിതാവ് അഭ്യർത്ഥിക്കുകയുണ്ടായി. റോമിലെയും ഇറ്റലിയിലെയും ബിഷപ്പുമാരുമായി ഐക്യത്തിൽ നിൽക്കുന്നവനാണ് യഥാർത്ഥ ബിഷപ്പെന്ന് ഔലിയൻ വിധിച്ചു. ഇതോടെ ഓർത്തഡോക്സ് ബിഷപ്പായ ദെമത്രിയാനസിന് പൗലോസിൽ നിന്ന് അധികാരം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു. ഈ സംഭവത്തിലൂടെ റോമിൻ്റെ ആത്മീയ അധികാരം എത്ര ദൂരത്തേക്കും വ്യാപിച്ചിരുന്നുവെന്ന് തെളിഞ്ഞു. വിശുദ്ധ ഫെലിക്സ് ഒന്നാമൻ രക്തസാക്ഷികളുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായി പരമ്പരാഗതമായി പറയപ്പെടുന്നു. പീഡനങ്ങളിൽ ജീവൻ നൽകിയ വിശ്വാസികളുടെ സാക്ഷ്യം സഭയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ഇത് വലിയ പങ്കുവഹിച്ചു. കാറ്റക്കോമ്പുകൾ പ്രാർത്ഥനയും ഓർമ്മയും നിറഞ്ഞ വിശുദ്ധ സ്ഥലങ്ങളായി മാറി. ലിബർ പൊന്തിഫിക്കലിസ് അനുസരിച്ച് ഫെലിക്സ് ഒന്നാമൻ മാർപ്പാപ്പ രക്തസാക്ഷിയായി വിളിക്കപ്പെടുകയും ഔറേലിയൻ വഴിയിൽ അദ്ദേഹം ഒരു ബസിലിക്കയിൽ നിർമ്മിച്ചുവെന്നും അവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ആധുനിക പണ്ഡിതന്മാർ ഇത് ശരിയല്ലെന്ന് കരുതുന്നു. ഔറേലിയൻ വഴിയിൽ അടക്കം ചെയ്യപ്പെട്ട മറ്റൊരു രക്തസാക്ഷിയായ ഫെലിക്സുമായി പോപ്പ് ഫെലിക്സ് ഒന്നാമൻ ആശയക്കുഴപ്പത്തിലായിരിക്കാമെന്ന് ഡൂഷ്യൻ എന്ന ചരിത്രകാരൻ അഭിപ്രായപ്പെടുന്നു. എന്തൊക്കെയാലും വിശുദ്ധ ഫെലിക്സ് ഒന്നാമൻ മാർപ്പാപ്പ 274 അന്തരിച്ചു. ഏറ്റവും സാധ്യതയുള്ളത് അദ്ദേഹം കാലിക്സ്റ്റസിൻ്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടതായാണ്. മെയ് 30 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്.